കഴിഞ്ഞ ബുധനാഴ്ചയാണ് നമ്മൾ സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. സ്കാപ്പിയുടെ നെഗറ്റീവ്സ്, പോസിറ്റീവ്, എന്തുകൊണ്ട് സ്കാപ്പിയ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാവൽ ക്രെഡിറ്റ് കാർഡായിട്ട് മാറുന്നു, ആർക്കൊക്കെയാണ് സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡ് കയ്യിലുണ്ടെങ്കിൽ ഗുണം, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുക. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സ്കാപ്പിയ ഡിവാലുവേഷൻ അലേർട്ട്. ആക്ച്വലി ഒരു ബാഡ് ന്യൂസ് ആണ്. സ്കാപ്പിയ ഡിവാലുവേറ്റഡ് ആയിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവർ ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അത് വേണമെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ടൊക്കെ കാണാം, പക്ഷേ ബാക്കിയുള്ള 2 കാര്യങ്ങൾ, ആ 2 കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ നമുക്കിതൊരു ബാഡ് ന്യൂസ് ആണ്. കാരണം സ്കാപ്പിയ ഉപയോഗിക്കുന്നവർ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഏത് വേരിയൻ്റ് ആണെങ്കിലും, വീസ ആണെങ്കിലും അല്ലെങ്കിൽ റൂപ്പേ ആണെന്നുണ്ടെങ്കിലും ഡിവാലുവേഷൻ വന്നിരിക്കുകയാണ്. ഇന്ന് മുതലല്ല, ഫെബ്രുവരി 27 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. അപ്പോൾ സ്കാപ്പിയ യൂസേഴ്സിന് ഒരു ബാഡ് ന്യൂസ് ആണ്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് വെൽക്കം ടു മൈൽസ്, പോയിന്റ്സ് ആൻഡ് പാസ്പോർട്ട്സ്. ഈ ചാനൽ ക്രെഡിറ്റ് കാർഡ് റിവാർഡ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്ന മൈൽസ്, പോയിന്റ്സ്, ഇതെല്ലാം എങ്ങനെ ഒരു പാസ്പോർട്ടിലേക്ക് എഫക്റ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലാണ്. അത് ഫ്രീ ഫ്ലൈറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഫ്രീ 5 സ്റ്റാർ ഹോട്ടൽ സ്റ്റേയ്സ് ആവാം, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആവാം, തുടങ്ങിയ കാര്യങ്ങളെല്ലാം 8ഓളം രാജ്യങ്ങളിൽ ഞാൻ സന്ദർശിച്ചിട്ടുള്ള വീഡിയോസ് ഓൾറെഡി ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്തോനേഷ്യയിലെ ബാലി, ഒമാൻ, തായ്ലൻഡ്, മലേഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ, മാൽഡീവ്സ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാത്തിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് ഓൾറെഡി ഈ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എങ്ങനെ എഫക്റ്റീവായിട്ട് നമ്മളുടെ റിവാർഡ്സ്, ഫ്രീ ഫ്ലൈറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രീ 5 സ്റ്റാർ ഹോട്ടൽ സ്റ്റേസ്, അത് എസ്പെഷ്യലി മാരിയറ്റ് ബോൺവോയ് ഉപയോഗിച്ചിട്ടുള്ള മാരിയറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത് തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോസിൽ ഓൾറെഡി ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹോട്ടൽ ലോയൽറ്റി പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് അടുത്ത ആഴ്ച, അതായത് അടുത്ത ബുധനാഴ്ച ലഭിക്കുന്നതായിരിക്കും. ആൻഡ് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. സ്കാപ്പിയയുടെ ഡിവാലുവേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രധാന പോസിറ്റീവിലൊന്നായിരുന്നു ഇതിൻ്റെ എയർപോർട്ട് പ്രിവിലേജസ്. നമുക്കത് അൺലിമിറ്റഡ് എയർപോർട്ട് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് ആയിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഡൊമസ്റ്റിക് ലോഞ്ചസ് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ എയർപോർട്ടിൽ തന്നെയുള്ള സ്റ്റാർബക്സ് അടക്കമുള്ള ബാക്കിയുള്ള ഔട്ട്ലെറ്റ്സിൽ നിന്നൊക്കെ നമുക്ക് ഭക്ഷണം മേടിക്കാനൊക്കെ നമുക്കൊരു 1000 രൂപയുടെ ബെനിഫിറ്റ് സ്കാപ്പിയ നൽകുമായിരുന്നു. അപ്പോൾ ഈ എയർപോർട്ട് പ്രിവിലേജസ് എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും കാലം ലഭിച്ചിരുന്നത് ഡൊമസ്റ്റിക് ലോഞ്ചിലായിരുന്നു. നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രാവൽ ആക്കിയാൻ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻ്റർനാഷണൽ ടെർമിനൽ ഉണ്ടല്ലോ, ആ ഇൻ്റർനാഷണൽ ടെർമിനൽ നമുക്ക് ഈ ബെനിഫിറ്റ് അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ ഇനി മുതൽ ഇൻ്റർനാഷണൽ ട്രാവൽ പ്ലാൻ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ടെർമിനലിൽ ഈ അവൈലബിലിറ്റി കിട്ടും. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ സ്കാപ്പിയയുടെ എക്കോസിസ്റ്റം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ സ്കാപ്പിയ ആപ്പിൽ സ്കാപ്പിയ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് 50,000 രൂപയുടെ ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എയർപോർട്ട് പ്രിവിലേജ്, അതായത് ഇൻ്റർനാഷണൽ ടെർമിനൽ, ഇത് ലഭിക്കും. ആൻഡ് ഇതിനു മുമ്പ് 1000 രൂപയായിരുന്നു, പക്ഷേ അതിപ്പോൾ 2000 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ 50,000 രൂപയുടെ ബുക്കിംഗ് നിങ്ങൾ സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്കാപ്പിയ ആപ്പിൽ ചെയ്യേണ്ടി വരും. അതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടും വേണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടും എടുക്കാം. 50,000 രൂപ എന്നുള്ളത് ഒരു വലിയ എമൗണ്ട് ആണ്. 50,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഈ എയർപോർട്ട് പ്രിവിലേജസ്, 2000 രൂപ വർത്തായിട്ടുള്ള ഈ എയർപോർട്ട് പ്രിവിലേജ്, അതിനേക്കാൾ ഈ 2000 രൂപയുടെ വാല്യൂവിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള, ഈ 50,000 രൂപ സ്പെൻഡ് ചെയ്താൽ 2000 രൂപേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കിട്ടുന്ന വേറെ ക്രെഡിറ്റ് കാർഡ് കയ്യിലുള്ളവർക്ക് ഇതൊരു നല്ലൊരു ഡീലായിട്ട് തോന്നില്ല. പക്ഷേ സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡ് മാത്രമുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ള ഓൺലൈനായിട്ടുള്ള ബാക്കിയുള്ള വെബ്സൈറ്റുകളും ആപ്പുകളൊക്കെ നോക്കുമ്പോൾ അതിനേക്കാൾ ബെറ്റർ പ്രൈസ് സ്കാപ്പിയയുടെ എക്കോസിസ്റ്റത്തിലുള്ള സ്കാപ്പിയയുടെ ആപ്പിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് 50,000 രൂപ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ കിട്ടുന്ന പ്രിവിലേജസ്, അഡീഷണൽ കിട്ടുന്ന 2000 രൂപ, അത് ഓഫ് കോഴ്സ് അത് ലാഭമാണ്. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം 40,000 രൂപയ്ക്ക് നമുക്ക് MMTയിലോ അല്ലെങ്കിൽ ഗോവൈബിലോ കിട്ടുന്ന ഒരു ഫ്ലൈറ്റ് 50,000 രൂപയ്ക്ക് സ്കാപ്പിയയിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലാഭമായി മാറുന്നില്ലല്ലോ. സോ ഇത് ഒരേ സമയം നെഗറ്റീവും ആവാം അല്ലെങ്കിൽ പോസിറ്റീവും ആവാം. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇതും വേണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആ രീതിയിൽ എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മുമ്പ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്കാപ്പിയ വീസ വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മാസം 10,000 രൂപ ഉപയോഗിക്കുക. അതേസമയം അത് റൂപ്പേ വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് 15,000 രൂപ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതെടുത്ത് മാറ്റി ഇത് രണ്ടും കൂടിയിട്ടുള്ള ആ യൂസ് 20,000 രൂപ സ്പെൻഡ് ചെയ്താൽ മതി. പക്ഷേ റൂപ്പേ വേരിയൻ്റ് മാത്രം കയ്യിലുള്ളവർ, അതല്ലെങ്കിൽ വീസ വേരിയൻ്റ് മാത്രം കയ്യിലുള്ളവർ, അവരെ അപേക്ഷിച്ച് ഇതൊരു 8ൻ്റെ പണിയാണ്. കാരണം റൂപ്പേ വേരിയൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 15,000 രൂപ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനി മുതൽ 20,000 രൂപയാകും. പക്ഷേ വീസ വേരിയൻ്റ് കയ്യിലുള്ളവർ, അവർ വെറും 10,000 രൂപ ഒരു മാസം ഉപയോഗിച്ചാൽ മതിയായിരുന്നു. അതിപ്പോൾ ഡബിൾ ആയിട്ടുണ്ട്, 20,000 രൂപ ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതും ഒരു പണിയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ സ്കാപ്പിയ ഉപയോഗിക്കുന്നത് അൺലിമിറ്റഡ് ലോഞ്ച് ആക്സസിന് വേണ്ടിയല്ല, അതുകൊണ്ട് എന്നെ ഇത് കാര്യമായിട്ട് ബാധിക്കുന്നില്ല. പക്ഷേ ഇനിയുള്ള കാര്യം അത് എന്നെ നല്ല രീതിയിൽ ബാധിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്കാപ്പിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മളതിൽ പോസിറ്റീവായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്സിന് അതിന് റിവാർഡ്സ് കിട്ടുന്നത്. അതുകൂടാതെ ഇൻഷുറൻസ് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് റിവാർഡ്സ് കിട്ടുന്നത്. അതൊരു വലിയ ബെനിഫിറ്റ് ആയിരുന്നു. പക്ഷേ ഇനി മുതൽ, അതായത് ഫെബ്രുവരി 27 മുതൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്സിന് നമുക്കിനി റിവാർഡ്സ് കിട്ടുന്നതല്ല, ആൻഡ് ഇൻഷുറൻസിന് നമുക്കിനി റിവാർഡ്സ് കിട്ടുന്നതല്ല. വല്ലാത്തൊരു ചീത്തായി പോയല്ലേ. പക്ഷേ സീറോ ഫോറക്സ് മാർക്കപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. അതൊരു അട്രാക്റ്റീവായിട്ട് തന്നെയാണ് ഇപ്പോഴും സ്കാപ്പിയയിലുള്ളത്. ഇനി അതും കൂടി എടുത്ത് മാറ്റിക്കഴിഞ്ഞാലാണ് സ്കാപ്പിയയെ മൊത്തത്തിൽ ഓവറോൾ എഫക്റ്റ് ചെയ്യുള്ളൂ. ബട്ട് സ്റ്റിൽ അവർ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കൊണ്ടുവന്നുണ്ടെങ്കിൽ അത് ഇപ്പുറ സൈഡിൽ ചില ആളുകൾക്ക് പോസിറ്റീവാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ അപ്പോഴും മെജോറിറ്റി ആളുകൾക്ക് ഇത് പോസിറ്റീവ് ആണോ എന്നുള്ളതാണ് ചോദ്യം. സോ ഇത്രയൊക്കെയാണ് സ്കാപ്പിയയുടെ ഡീവാലുവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് ഇതുപോലുള്ള ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാശ് സേവ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.